ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരം, അതായത് 1991 മുൻപും 91 ശേഷവുമുള്ള കാര്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അതായത് ലൈസൻസിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ലൈസൻസിങ്, എല്ലാ സാധനങ്ങൾക്കും ലൈസൻസിങ് വേണം എന്നിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു 91 മുൻപ്. ഇനി LPG അഥവാ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നതിന് ശേഷം ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒട്ടുമിക്ക മേഖലകളിലും ഇന്ത്യ ഒഴിവാക്കി. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. 9 കാര്യങ്ങളാണ് നമുക്കിവിടെ ടോട്ടലി പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമത്താണ് ചെറുകിട വ്യവസായത്തിനായി ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വേർതിരിക്കപ്പെട്ടിരുന്നു. ചെറുകിട വ്യവസായത്തിനായിട്ട് ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വേർതിരിക്കപ്പെട്ടിരുന്നു. ഇനി അത്തരം ഉൽപ്പാദനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം അനുവദിച്ചു. പണ്ട് ചില ഉൽപ്പന്നങ്ങൾ ചെറുകിട വ്യവസായം, സ്മോൾ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായിട്ട് മാറി? 91 ശേഷം സ്വകാര്യ നിക്ഷേപം ആ ഒരു രീതിയിൽ സ്മോൾ ഇൻഡസ്ട്രീസിൽ അനുവദിച്ചു. അടുത്തത്, വില നിയന്ത്രണങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു 91 മുൻപ്. വില നിയന്ത്രണങ്ങൾക്ക് അയവുണ്ടായി. അടുത്ത പോയിന്റ്, ധനകാര്യ മേഖലയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBIയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു 91 മുൻപ്. RBIയുടെ സമീപനം കൂടുതൽ ഉദാരമായി 91 ശേഷം. ഉയർന്ന നികുതി നിരക്ക് നിലവിലുണ്ടായിരുന്നു 91 മുൻപ്. നികുതി നിരക്ക് കുറച്ചു 91 ശേഷം. വിദേശ നാണ്യ വിനിമയ നിരക്ക് നിശ്ചയിച്ചിരുന്നത് RBI ആയിരുന്നു 91 മുൻപ്. ഇനി വിദേശ നാണയ വിപണി ഇത് ഏറ്റെടുത്തു. RBIക്ക് പകരമായിട്ട് വിദേശ നാണയ വിപണിയാണ് ഈ ഒരു സംഭവം 91 ശേഷം എടുത്തത്. അടുത്തത്, ഉയർന്ന തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ 91 മുൻപിൽ നിലവിൽ ഉണ്ടായിരുന്നു. ഇനി ഇറക്കുമതി ചുങ്കം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റാണിത്. അപ്പോൾ 91 മുൻപ് ഇന്ത്യയിൽ ഉയർന്ന തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിലവിലുണ്ടായിരുന്നു. 91 ശേഷം ഇറക്കുമതി ചുങ്കം കുറച്ചു, കയറ്റുമതി ചുങ്കം മിക്കവാറും നിർത്തലാക്കി. ആ 2 പോയിന്റും ആ 7ാമത്തെ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. 8ാമത്തെ പോയിന്റാണ്, സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല. സ്വകാര്യ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് വന്നു 91 ശേഷം. അടുത്തത് 9ാമത്തെ പോയിന്റ്, ഉൽപ്പന്നങ്ങളും ഉൽപ്പാദന ഘടകങ്ങളും രാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി നീങ്ങുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം 91 ശേഷം അത്തരം തടസ്സങ്ങൾ കുറയുകയും സ്വതന്ത്ര വ്യാപാരം സാധ്യമാവുകയും ചെയ്തു. അതായത് ഇൻ്റർനാഷണൽ ആയിട്ട് വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം 91 ശേഷം നിലവിൽ വന്നു. അതോടുകൂടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു. സാമ്പത്തികമായിട്ട് ഇന്ത്യ കുറേയധികം മുന്നോട്ടേക്ക് വന്നു. ഇതാണ് സാമ്പത്തിക പരിഷ്കാരത്തിന് മുൻപും പിൻപുമുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും നമ്മൾക്ക് ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും RBIയുടെ വിദേശ വിനിമയ നാണ്യ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യവും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. താങ്ക്